കണവ റോസ്റ്റാക്കി എടുക്കാൻ വെച്ചതാണ്. കണവ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യാനാണ്. ഈ കുക്കറിനകത്ത് നമുക്ക് ഈ കണവ ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്രയും കണക്കിൻ്റെ അടിപൊളി ടേസ്റ്റായിട്ട് നിങ്ങൾ ഇതേ രീതി ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ ചിക്കനൊക്കെ റോസ്റ്റ് വെക്കൂലേ, അതേ രീതി നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണിത്, കണവ റോസ്റ്റ്. ഇതേ രീതി നിങ്ങൾ ട്രൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് മൂടി വയ്ക്കാം. വെള്ളമൊന്നും ഒഴിക്കരുത്. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി മൂടി വെക്കാം. നമ്മൾ ഒരു വിസിൽ കേൾക്കുന്നത് വരെ ഒരു വിസിൽ കേട്ട് ഇനി നമുക്ക് ഓഫാക്കി വെക്കാം. ഇങ്ങനെ വേണം റോസ്റ്റ് ചെയ്യാൻ. ഇതേ രീതി നിങ്ങളൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റായിരിക്കും. ഞങ്ങൾ ഫസ്റ്റ് ഇത് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ച് ഇന്നലെ കഴിച്ചതിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇതേ രീതി നിങ്ങൾ ട്രൈ ചെയ്യും. നമുക്ക് ചട്ടി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് വേണ്ടുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ സവാള വാട്ടിയെടുക്കാം. ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒത്തിരി കടുക് വന്നിട്ട് കൊടുക്കാം. നമുക്ക് ഒത്തിരി കടുക് കൂട്ടുമ്പോൾ ഒത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുന്നതെന്ന് വെച്ചാൽ നല്ലവണ്ണം വാടി കിട്ടാനാണ് നമ്മൾ ഉപ്പിടുന്നത്. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി, മൊത്തം ചെറിയ ഉള്ളി ഇട്ടാലും ടേസ്റ്റാണ്. ഇതിന് കുറച്ച് ചെറിയ ഉള്ളി കൂടി കൊടുക്കാം. നല്ലോണം വാടി വരട്ടെ. എത്ര ചെറിയ ഉള്ളി ഇടുന്ന അത്രയും ടേസ്റ്റ് നമുക്ക്. ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം കിട്ടട്ടെ. അത്ര ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നല്ലോണം മൊരിഞ്ഞ് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. തക്ക നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത്തിരി എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. കുറച്ചിടുക. രണ്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അടിപൊളി റോസ്റ്റാണ്. പറയാൻ നല്ലതാണ്. നമുക്ക് ഈ കൂന്തൽ അങ്ങ് ഇട്ട് കൊടുക്കാം. കുക്കറിനകത്തിട്ട് ഒന്ന് വേവിച്ച് വെച്ചതാണ്. ഇതൊന്നും ഇട്ട് കൊടുക്കാം. ഈ വെള്ളവും കൂടെ നമ്മളങ്ങ് ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടെ റോസ്റ്റായി കിട്ടും. അടിപൊളിയായിട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ വയ്ക്കണം. നമുക്കിനി ഇത് മൂടി വയ്ക്കാം. നമുക്ക് ഈ പാലങ്ങ് ഒഴിച്ച് കൊടുക്കാം. പാലൂടെ ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ നല്ലോണം വെന്ത് കുറുകി വരട്ടെ. അടിപൊളി ടേസ്റ്റായിരിക്കും. നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല റോസ്റ്റായിട്ടുണ്ട്. അടിപൊളിയാണ്. എൻ്റെ കൂന്തൽ ഒന്ന് വെന്ത് നോക്കാം. അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളി
അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. കൂട്ടുകാരെ, നമ്മൾ വെള്ളരിക്ക കൊണ്ടൊരു പുളിശ്ശേരി വെക്കാൻ പോകുന്നത്. തേങ്ങയൊന്നും അരച്ചില്ല, തൈരും മാത്രം ഒഴിച്ചു. ഇതേ രീതി നിങ്ങൾ ട്രൈ ചെയ്യുക. എണ്ണ ഒഴിച്ച് കടുകിട്ട് വെള്ളരിക്ക കട്ടിയത് പച്ചമുളക് ഇട്ട് 1/2 സ്പൂൺ ഉപ്പിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിട്ട് നല്ലതാണ് നമുക്ക് ഇളക്കി കൊടുക്കാം. അടിപൊളി ടേസ്റ്റായിരിക്കും ഈ പുളിശ്ശേരിക്ക്. തേങ്ങ അരക്കില്ല. ഇത് നമ്മളൊന്ന് എണ്ണയ്ക്കകത്ത് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ആ തൈരരി ഒഴിച്ച് കൊടുക്കും, ഉപ്പിട്ട് കൊടുക്കും. അടിപൊളി ടേസ്റ്റായിരിക്കും. തേങ്ങ അരക്കില്ല. നല്ല എണ്ണ ഫ്രൈ ആയിട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കടുവിട്ട് കറിവേപ്പില ഇട്ട് വെള്ളരിക്ക ഇട്ട് പച്ചമുളക് ഇട്ട് എല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് നമ്മൾ ചക്കയും കുഴച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് ചക്ക കുഴച്ചത്. നല്ലോണം തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ചിട്ട് തേങ്ങ ഉപ്പിട്ട് കുറച്ച് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് മസാല ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇളക്കി നമുക്ക് ഈ ചെറിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്യാം. ചെറിയ ഉള്ളിയാണ്. പിന്നെ ചെറിയ ഉള്ളി നല്ലോണം ഗോൾഡൻ കളറായിരിക്കും. നല്ലോണം അടിപൊളി ടേസ്റ്റാണെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്യും. ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ തരണേ. പെട്ടെന്ന് നമുക്ക് കറി കിട്ടിയാൽ തേങ്ങ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലെ ഒരു കറി വെക്കാം. ഒന്നും നിൽക്കേണ്ട, പച്ചമുളക് മതി. ഇത് മഞ്ഞൾപ്പൊടി എണ്ണ വെച്ചുള്ളൂ. സവാളയായാലും മതി. ചെറിയ ഉള്ളിക്കാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് ഈ തൈരം ഒഴിച്ച് കൊടുക്കാം. കട്ടിക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ, ഇത്തിരിയുടെ വെള്ളം വേണമെങ്കിൽ ഇത്തിരിയുടെ വെള്ളം ഒഴിക്കുക. അടിപൊളിയായിരിക്കും. നമുക്ക് ഇച്ചിരിയുടെ വെള്ളം ഒഴിക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് റെഡിയായി. വേണ്ട, അടിപൊളിയായി. ഇതേ രീതി നിങ്ങൾ ട്രൈ ചെയ്യൂ. ഉപ്പുണ്ടാവും, കുറച്ചുകൂടി ഉപ്പിടാം. ഉപ്പൊക്കെ ഇട്ട് അടിപൊളിയാണ്. ഇതേ രീതി ട്രൈ ചെയ്യൂ. അടുത്തൊരു വീഡിയോ വീണ്ടും